ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രീം കേക്കിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഡ്രീം കേക്കാണ് ഇവിടെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഡ്രീം കേക്കും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം കേക്കും മുന്നേ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തു, ഫോട്ടോസെല്ലാം ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി കൂടി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു ഡ്രീം കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രീം കേക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റെഡ് കളറിലുള്ള കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 kg സൈസ് വരുന്നതാണ്, അതായത് 5 ഇഞ്ച് സൈസാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക്, ഈ ഒരു ടിന്നിലേക്ക് കറക്റ്റ് സൈസായിട്ടുള്ള 5 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ലെയർ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാനില സ്പഞ്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡ്രീം കേക്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം മെത്തേഡിൽ തന്നെ ഞാനിവിടെ ഒരു കേക്ക് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇത് 1 kg കേക്ക് ചെയ്യണതിൽ നിന്നും ഒരു ലെയറിന് വേണ്ടിയിട്ടുള്ളത് 5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിൽ ഒഴിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു ലെയർ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു ലെയർ ഞാൻ ഇതിനകത്ത് വെച്ചു. പിന്നെ ഇതിനെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഷുഗർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഒഴിവാക്കാം. അപ്പോൾ മധുരം കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ഞാനിതിൽ വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലേവർ അത്യാവശ്യം സ്പഞ്ചിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് ഞങ്ങൾ വെറ്റ് ചെയ്ത് കൊടുക്കുക. വെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമുക്കിതിൻ്റെ ഒരു മോസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിംഗ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ടെൻഡർ കോക്കനറ്റ് ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പൾപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്നും ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 2 ടെൻഡർ കോക്കനറ്റിൽ നിന്ന് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതിനൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പകുതി എടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കിനി മോസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡും അതുപോലെ ടെൻഡർ കോക്കനട്ടിൻ്റെ പേസ്റ്റും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ ജെലാറ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മളൊന്ന് സെറ്റായി വരുമ്പോൾ ആ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചറാണ് കിട്ടുക. അപ്പോൾ ഓരോ ലെയറിലും ചൈന ഗ്രാസോ അല്ലാന്നുണ്ടെങ്കിൽ ജെലാറ്റിനോ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് മോസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമുക്കിതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ബബിൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ബബിൾ കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രീസറിലാണ് സെറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ട് കുറച്ച് ജെലാറ്റിന് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് വെച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ വെച്ചിട്ടുള്ള പുഡിങ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ 2ൽക്കും വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1/2 kg ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളതും ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറിലാണ്. അങ്ങനെ ഇത് സോക്ക് ചെയ്തതിൻ്റെ ശേഷം ഞാനിതിനൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഹാഫ് എടുത്തിട്ട് ഞാനിതിൻ്റെ പേസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടെൻഡർ കോക്കനട്ടും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി നേരത്തെ പേസ്റ്റ് ആക്കിയതിൽ ബാക്കി ഉണ്ടായിരുന്നല്ലോ, പകുതിയാണല്ലോ നമ്മൾ മോസ് തയ്യാറാക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ബാക്കിയുള്ളതിലേക്കാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സാധാരണ പുഡിങ് ചെയ്യണ പോലെ തന്നെ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കൂടുതലും മധുരമൊന്നും ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് മധുരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ.
അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി ജെലാറ്റിനെ ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളിപ്പോൾ ഫ്രീസറിലാണ് ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെടുത്തിട്ട് അതൊന്ന് സെറ്റായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ ലെയറാണ്. അപ്പോൾ മധുരം നോക്കുമ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വേറെ ഒന്നും ആഡ് ചെയ്യണില്ല, കാരണം അത് ഇപ്പോൾ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. പിന്നെ കൂടുതൽ മധുരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ളൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ലെയർ കൊടുക്കുമ്പോൾ സെറ്റായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ലാസ്റ്റ് ലെയർ കൊടുക്കുന്ന സമയത്താണ് ഇത് നന്നായിട്ട് സെറ്റാവേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 3ാമത്തെ ലെയറാണ്, പുഡിങ്ങാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ്ങാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിനെ സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. ഫ്രിഡ്ജിലല്ലെങ്കിൽ ഫ്രീസറിലാണ് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ചാൽ സെറ്റ് ആയിക്കോളും. പിന്നെ ഇനി ഏറ്റവും ലാസ്റ്റത്തെ ലെയറായിട്ട് നമുക്കിവിടെ ഇതിൻ്റെ വാട്ടർ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 1/2 കപ്പ് വാട്ടർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജെലാറ്റിനും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഷുഗർ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറ്റ് ചെയ്യണ സമയത്ത് തന്നെ ഷുഗർ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വാട്ടർ ചേർത്തിട്ടില്ലെങ്കിൽ ഷുഗർ ചേർത്തിട്ടില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഈ പുഡിങ്ങാണ്, അത് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ പൊട്ടിപ്പോവും. അപ്പോൾ വീണ്ടും ഞാൻ അതിനെ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പുഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് പൊട്ടിപ്പോവും. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വീണ്ടും സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു വാട്ടർ പുഡിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിക്നെസ്സിൽ, അത് നല്ലോണം തിക്നെസ് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ടോട്ടലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ 2 ടെൻഡർ കോക്കനട്ട് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ എണ്ണം കൂട്ടിയിട്ട് നമുക്കിതുപോലെ കൂടുതൽ വെള്ളമൊക്കെ ചേർത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ള് ഒന്ന് കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പീസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പീസ് നമ്മൾ പേസ്റ്റ് ആക്കുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയ പീസ് മാറ്റി വെക്കുക. അതിനെ കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സെറ്റായി ആവണതിൻ്റെ മുന്നേ ഇട്ട് കൊടുക്കുക. സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മുകളിൽ അങ്ങനെ കിടക്കും. അപ്പോൾ ഫുള്ള് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിനെ വീണ്ടും സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനി ഫ്രീസറിലല്ല വെക്കണത്, ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ എടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇതിനൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇവിടെ ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിതിനെ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഡ്രീം കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനങ്ങനെ ചോക്ലേറ്റ് പൊട്ടിച്ചിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ടെൻഡർ കോക്കനട്ട് ഡ്രീം കേക്കിന് നമുക്ക് അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ ചോക്ലേറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമുക്ക് മുകൾ ഭാഗം വേണ്ടത്. ഗ്ലാസ് പുഡിംഗ് ആണ് വരുന്നത് ടോപ്പിലായിട്ട്. എന്നിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ടോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടി തിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഓരോ ലെയറുകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയണം. അപ്പോൾ ടോപ്പിലായിട്ട് ഗ്ലാസ് പുഡിങ്ങും അതിൻ്റെ താഴെയായിട്ട് ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും പിന്നെ മോസും പിന്നെ വാനില സ്പഞ്ചുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 5 ലെയേഴ്സ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലുള്ളത് ഈ ഒരു ടെൻഡർ കോക്കനട്ട് പീസ് കൂടി കൂട്ടിയിട്ടാണ് 5 ലെയേഴ്സ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ 5 ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ടെൻഡർ കോക്കനട്ട് ഡ്രീം കേക്ക് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിനെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്